ഇവിടെയിൽ വളരെ നിർണായകമായിട്ടുള്ള കീ ഡെവലപ്മെൻറ്റുകളാണ് നമ്മൾ നോക്കുന്നത്. ഇന്ത്യയുടെ ഡിഫൻസ് എക്സ്പോർട്ട് 38,000 കോടി റീച്ച് ചെയ്തിട്ടുണ്ട് 2026 ഇതുവരെ സോഫാർ. 50,000 കോടിക്കുള്ള ബിസിനസ്സാണ് നമ്മൾ ലക്ഷ്യമിടുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയുടെ ഡിഫൻസ് മിനിസ്ട്രി ശക്തമായ രീതിയിൽ ഈ ബിസിനസ് പ്രൊമോഷൻ നടത്തുന്നുണ്ട്. ബിസിനസ് പ്രൊമോഷൻ എന്ന് പറഞ്ഞാൽ ഓപ്പണായിട്ട് പരസ്യം ചെയ്തുകൊണ്ടുള്ള പ്രൊമോഷനല്ല, നമ്മൾ ഡിപ്ലോമാറ്റിക്കലി ഫോറിൻ മിനിസ്ട്രി വഴി നമ്മളുമായിട്ട് ഡിഫൻസ് മേഖലയിൽ സഹകരിച്ച് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന രാജ്യങ്ങളുമായിട്ട് നമ്മൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കഷൻ നടത്തും. അതിലൂടെ കച്ചവടം നടത്തുക എന്നുള്ളത് തന്നെയാണ് ലക്ഷ്യം. അപ്പോൾ ഈ 38,000 കോടി ബിസിനസ് തന്നെ ഒരു ബ്രേക്ക് ത്രൂ ആയിട്ടാണ് DRDO കണക്കാക്കുന്നത്. മൈൻഡ് ഗ്രോ ടെക്നോളജി എന്ന് പറഞ്ഞ കമ്പനി IIT മദ്രാസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണിത്. ഒരു പ്രൈവറ്റ് ഏജൻസി IIT മദ്രാസിൻ്റെ നേതൃത്വത്തിൽ അവരുടെ അഡ്വൈസറിയിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനിയാണ്. ഈ കമ്പനി IoT ചിപ്പ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചിപ്പ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതായത് അവർ സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. ഈ ചിപ്പ് ശരിക്കും പല മേഖലകളിലും ശരിക്കും ഇന്ത്യക്കുള്ളിൽ ഒരു 30% മാനുഫാക്ചറിങ് കോസ്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും. പ്രത്യേകിച്ച് ഈ ചിപ്പുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇപ്പോൾ നമ്മൾ ഇമ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇരിക്കുന്നത്. ഈ ചിപ്പ് ഇന്ത്യക്കുള്ളിൽ നിർമ്മിച്ച് തുടങ്ങിയതോടുകൂടി നമുക്ക് ഇമ്പോർട്ട് കോസ്റ്റ് കുറയ്ക്കാം എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇത് ശരിക്കും EV ബാറ്ററീസുമായിട്ട് ബന്ധപ്പെട്ട മാനുഫാക്ചറിങ് യൂണിറ്റുകളിൽ, അതുപോലെ തന്നെ വളരെ നിർണായകമായിട്ടുള്ള ഇതേപോലത്തെ ഇലക്ട്രോണിക് മേഖലയിൽ ഉപയോഗിക്കുന്ന ചിപ്പാണ്. ബ്രിക്സ് ഫോർമുലയെ തകർക്കുന്ന രീതിയിൽ ഇറാൻ പെരുമാറുന്നു എന്നുള്ളതാണ് ഇപ്പോൾ നിലവിലെ ആരോപണം. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ചൈനയുടെ ഒരു വെസൽ, ഇന്ത്യയുടെ ഒരു വെസൽ, 2 വെസലുകൾ ബ്രിക്സ് മീറ്റിംഗ് നടന്നുകൊണ്ടിരുന്ന ദിവസം തന്നെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ. ഇത് കഴിഞ്ഞിട്ട് ഇറാൻ ഞങ്ങളെല്ലാം ആക്രമിക്കുന്നത് എന്നുള്ള തരത്തിലാണ് ഇപ്പോൾ പലപ്പോഴായിട്ട് നടത്തുന്ന ആക്രമണങ്ങൾക്കെല്ലാം തന്നെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത്. ഇതെന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ IRGCയും പൊളിറ്റിക്കൽ വിങ്ങും തമ്മിലുള്ള അന്തരം അതാണ് ഇവിടെ വ്യക്തമാകുന്നത്. പൊളിറ്റിക്കൽ വിങ് ഇങ്ങനെ പല രാജ്യങ്ങളെടുത്തും പോയിട്ട് ഡിപ്ലോമാറ്റിക് ചർച്ചയൊക്കെ നടത്തി കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമ്പോൾ, അതായത് ഞങ്ങളുടെ രാജ്യത്തിനുള്ളിൽ ഒന്നും തന്നെ സംഭവിച്ചിട്ടില്ല എന്നുള്ള തരത്തിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീക്കുമ്പോൾ ആ രാജ്യത്തിൻ്റെ ഉള്ളിലുള്ള വിള്ളൽ അത് വളരെ പ്രകടമാണെന്ന് പറഞ്ഞാൽ IRGC ആണ് ഈ ആക്രമണങ്ങളൊക്കെ നടത്തുന്നത് സ്ട്രൈറ്റ് ഓഫ് ഹോർമൂസിൽ. അമേരിക്കയ്ക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ട് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിൽ തന്നെ ഇപ്പോൾ ചൈന ബ്രിക്സിൻ്റെ ഭാഗമാണ്, ഇന്ത്യ ബ്രിക്സിൻ്റെ ഭാഗമാണ്, അപ്പം ഇറാൻ ബ്രിക്സിൻ്റെ ഭാഗമാണ്. എന്നിട്ടും അവർ ചൈനീസ് ഷിപ്പുകൾക്ക് നേരെയും അതേപോലെ ഇന്ത്യൻ ഷിപ്പുകൾക്ക് നേരെയും ആക്രമണം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്ത്യയുടെ അസ്ത്ര MK2 അതേപോലെ അസ്ത്ര MK3 ഇത് എയർ ടു എയർ മിസൈലാണ്. ശരിക്കും എയർ ടു എയർ മിസൈൽ ലോങ് റേഞ്ച് ചൈന US വളരെയധികം എഫക്റ്റീവായിട്ട് തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് ഈ PL-15 എന്നൊക്കെ പറയുന്ന ചൈനയുടെ മിസൈൽ നമ്മുടെ കയ്യിലുണ്ട്. ലോങ് റേഞ്ച് എയർ ടു എയർ മിസൈൽ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്കുള്ളിലേക്ക് അയച്ച മിസൈൽ പൊട്ടാതെ തറയിൽ വീണ് കിടന്ന മിസൈലിൻ്റെ കഥയാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ കാറ്റഗറിയിൽ ഇന്ത്യ എത്തിപ്പെട്ടിട്ടുണ്ട്. കാറ്റഗറി മീൻസ് ലോങ് റേഞ്ച് മിസൈൽ കാറ്റഗറിയിൽ അമേരിക്ക, ചൈന, നെക്സ്റ്റ് ഇന്ത്യ എത്തിയിട്ടുണ്ട്. അത് നമ്മളുടെ അസ്ട്ര MK2, അസ്ട്ര MK3 ഇത് ഏകദേശം 250 മുതൽ 300 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്, എയർ ടു എയർ മിസൈലിൻ്റെ റേഞ്ച്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഡയലോഗ് കൈമാറുന്നുണ്ട്. ഡയലോഗ് മീൻസ് ഇന്ത്യയെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ പാകിസ്ഥാൻ പറയുക, പാകിസ്ഥാൻ പറഞ്ഞ ഡയലോഗിനെതിരെ ഇന്ത്യ ഇവിടെ നിന്ന് സ്റ്റേറ്റ്മെൻറ്റ് പറയുക, ഇങ്ങനത്തെ രീതിയിൽ ഒരു ഗെയിം ഷോ ഇപ്പോൾ 2-3 ആഴ്ച കൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ ഇന്ത്യ വളരെ കൃത്യമായിട്ട് പറയുന്നത് ഡയലോഗിനും റിയാലിറ്റിക്കും ഒരുപാട് വ്യത്യാസമുണ്ട്, പാകിസ്ഥാൻ അത് മനസ്സിലാക്കണം. പാകിസ്ഥാന് ഡയലോഗ് വേണമെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം, പക്ഷേ പ്രത്യക്ഷത്തിൽ പ്രാക്ടിക്കലി ആക്രമണം നടത്തി ട്രംപിൻ്റെ ഓഫീസിലേക്ക് 62 പ്രാവശ്യം ഫോൺ കോൾ വിളിക്കേണ്ട സാഹചര്യത്തിലേക്ക് എത്തിപ്പെട്ടത് പാകിസ്ഥാനാണ്. അപ്പോൾ റിയാലിറ്റി അറിഞ്ഞുകൊണ്ട് വേണം ഇതേപോലത്തെ ഡയലോഗുകൾ പറയാനെന്നുള്ളൊരു മറുപടിയാണ് ഇന്ത്യ കൊടുത്തിരിക്കുന്നത്. ഇന്ത്യയും നെതർലാൻഡും റിലേഷൻഷിപ്പ് നെക്സ്റ്റ് ലെവലിലേക്ക് എലിവേറ്റ് ചെയ്തിരിക്കുകയാണ്. സെമി കണ്ടക്ടർ മേഖലയിലും ഗ്രീൻ ഹൈഡ്രജൻ എനർജി മേഖലയിലും ഡീൽ സൈൻ ചെയ്യപ്പെട്ടിട്ടുണ്ട് നെതർലാൻഡും ഇന്ത്യയും തമ്മിൽ. നെതർലാൻഡിനും ഇന്ത്യക്കും ഈ ഡീലുകൾ ഒരു മുതൽക്കൂട്ടായിട്ടാണ് കരുതപ്പെടുന്നത്. ഇറാനിയൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത് ഇന്ത്യക്ക് മിഡിൽ ഈസ്റ്റ് കോൺഫ്ലിക്റ്റിൽ ഒരു ഗ്രേറ്റ് റോൾ വഹിക്കാൻ പറ്റും എന്നാണ് അബ്ബാസ് അരക്ചി ഡൽഹിയിൽ വെച്ച് പറഞ്ഞത്. ഇതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല. അതായത് ഇന്ത്യ ഏറ്റവും കൂടുതൽ UAE സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇപ്പം നിലവിൽ ഇവർക്ക് വേണ്ടത് UAE-യുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടല്ലോ, അതിൽ നിന്നും ഇന്ത്യ ഇച്ചിരി വിട്ടു നിൽക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഒരു മീഡിയേറ്റർ റോള് ഇന്ത്യയുടെ തലയിൽ അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറാൻ ശ്രമിക്കുന്നത്. ഇതാണ് ഡിപ്ലോമസി. പക്ഷേ ഈ ഡിപ്ലോമാറ്റിക് തന്ത്രങ്ങളെ കൃത്യമായിട്ട് ഇന്ത്യ മനസ്സിലാക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യ ആ വിഷയങ്ങളെയൊക്കെ മാറ്റി നിർത്തിയിട്ട് UAE-യിൽ തന്നെ പ്രൈം മിനിസ്റ്റർ യാത്ര ചെയ്ത് കൃത്യമായിട്ട് UAE-യോടുള്ള സോളിഡാരിറ്റിയും ഡിഫൻസ് ഡീലും അതുപോലെ എനർജി ഡീലും കരസ്ഥമാക്കിയിട്ടാണ് അവിടെ നിന്ന് നെതർലാൻഡിലേക്ക് മടങ്ങിയിരിക്കുന്നത്.
ഇറാന്റെ തന്ത്രത്തിൽ നമ്മൾ വീഴില്ല. അമേരിക്ക വിളിച്ചാൽ പോലും നമ്മൾ മീഡിയേഷൻ തയ്യാറല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കാനഡയുടെ ഹൈക്കമ്മീഷണർ ക്രിസ്റ്റഫർ കോട്ടർ പുള്ളി ന്യൂഡൽഹിയിൽ നമ്മളുടെ ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗുമായിട്ട് ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ത്യയും കാനഡയും തമ്മിൽ ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മാർക്ക് കർണയുടെ ഇന്ത്യ സന്ദർശനം കഴിഞ്ഞിട്ട് ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് നടക്കുന്ന ഒരു മീറ്റിംഗ് ആണ്. വളരെ എഫക്റ്റീവായിട്ടാണ് ഈ മീറ്റിംഗ് നടക്കുന്നത്. കാനഡയും ഇന്ത്യയും തമ്മിൽ ഡിഫൻസ് സഹകരണം ശക്തിപ്പെടുത്താനാണ് തീരുമാനമായിരിക്കുന്നത്. ട്രംപിൻ്റെ ചൈന സബ്മിറ്റ് ഫാൾസ് ഫ്ലാറ്റ് എന്നാണ് വാർത്തകൾ വരുന്നത്. അതായത് ഇത് പൊളിഞ്ഞു എന്നുള്ളത് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞിട്ടുണ്ട്. അത് ജസ്റ്റ് ലിമിറ്റഡ് പ്രോഗ്രസ് ആണ്. ലിമിറ്റഡ് പ്രോഗ്രസ് മീൻസ് കുറച്ച് ഒരു 2 ദിവസത്തേക്ക് ഇതിനെക്കുറിച്ച് ചർച്ചകളുണ്ടാവും, അതോട് തീർന്നു. അതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ചൈനയും അമേരിക്കയും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഒരിക്കലും അത് എലിവേറ്റ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്ത സാഹചര്യത്തിലേക്ക് വിള്ളൽ വീണിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ചൈനയുമായിട്ടൊരു ബന്ധം സ്ഥാപിക്കുക എന്ന് പറഞ്ഞാൽ അത് പലതരത്തിലുള്ള ഡിപ്ലോമാറ്റിക് കേയോസ് ഉണ്ടാക്കും. കാരണം ഇവിടെ പല രാജ്യങ്ങളും അവരുടെ പോളിസികൾ ഇത്തരത്തിൽ, ചൈന ഒരു സൈഡിൽ, അമേരിക്ക ഒരു സൈഡിൽ, റഷ്യ ഒരു സൈഡിൽ, ഇങ്ങനെ നറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അവരുടെ പോളിസികളും ഇതിനനുസരിച്ചാണ് ഷേപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ രാജ്യങ്ങളൊക്കെ ഇപ്പോൾ അമേരിക്കയും ചൈനയും കൂടെ ഒരുമിച്ച് കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും അവരുടെ ഫോറിൻ പോളിസി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുക? വല്ലാത്ത ബുദ്ധിമുട്ടാണ്. മൊത്തത്തിൽ എല്ലാം തന്നെ കുഴഞ്ഞു മറിയുന്ന ഒരു സാഹചര്യമായിരിക്കും. പ്രത്യേകിച്ച് ചൈന ഇപ്പോൾ ഇതിനെ അനുവദിക്കില്ല. ഇതിന് പ്രധാനപ്പെട്ട കാരണം വെച്ചാൽ ചൈന അമേരിക്കയുടെ പക്കൽ നിന്നും മാക്സിമം എണ്ണ പർച്ചേസ് ചെയ്യണമെന്നാണ് അമേരിക്കയുടെ നിർദ്ദേശം. അതെന്തായാലും നടക്കൂല. ചൈന ഇപ്പോൾ ഈ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് യുദ്ധത്തിന് തന്നെ പെട്രോ യുവാൻ എങ്ങനെ മുന്നോട്ട് കൊണ്ടുവരാം എന്നുള്ള രീതിയിൽ ഒരു പരീക്ഷണമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പെട്രോ യുവാൻ. ആ സാഹചര്യത്തിലാണ് അതിനെ മാറ്റി നിർത്തിക്കൊണ്ട് അതിനെതിരെ പെട്രോ ഡോളർ വീണ്ടും കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ട്രംപ് ശ്രമിക്കുന്നത്. ഇത് ബേസിക്കലി അവിടെ പ്രശ്നമുണ്ട്. അത് ജിയോ പൊളിറ്റിക്സ് മോണിറ്റർ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഓയിൽ പ്രധാനമായിട്ടുള്ള ഒരു കച്ചവടമായിട്ട് ട്രംപ് എടുത്തുകൊണ്ട് വന്നത് കൊണ്ട് തന്നെ മറ്റുള്ള ഒരു ഡീലുകളും നടക്കാൻ പോകുന്നില്ല എന്നുള്ളത് പ്രാഥമികമായിട്ട് തന്നെ നമുക്ക് മനസ്സിലായ വിഷയമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ 2 ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ ഓയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ ഒരു തീരുമാനമുണ്ടാവാതെ മറ്റുള്ള ഒരു ഡീലുകളും 16 ബില്യണിയേഴ്സിനെ കൊണ്ടുപോയിട്ടും ഒരു കാര്യം ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത് ഞാൻ അന്ന് തന്നെ പറഞ്ഞത്. അതേപോലെ തന്നെ അടപടലം പൊളിഞ്ഞിരിക്കുകയാണ് കാര്യങ്ങൾ. ചൈനയ്ക്ക് പ്രാന്തുണ്ടോ യുവാന് പകരം ഡോളർ കൊടുത്ത് എണ്ണ പർച്ചേസ് ചെയ്യാൻ? അതിൻ്റെ ഒരു ആവശ്യമില്ല. ഒരു സൈഡിൽ ചൈനയ്ക്ക് റഷ്യയിൽ നിന്നും ഡയറക്റ്റ് പൈപ്പ് ലൈൻ ഉണ്ട്. രണ്ടാമത്തെ സൈഡിൽ ഇറാനിൽ നിന്നും ഒരുപാട് എണ്ണ ചൈന വാങ്ങിക്കുന്നുണ്ട്. അതിപ്പോൾ യുദ്ധം അവസാനിച്ചാലും അവർ വാങ്ങിക്കും. പിന്നെ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനമെടുക്കണം? ഇപ്പം നിലവിൽ ചൈനയ്ക്ക് ഇപ്പം ഓയിലിൻ്റെ ഷോർട്ടേജ് ഇല്ല. അപ്പം അതുകൊണ്ട് അവർ കുലുങ്ങാതെ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആ സാഹചര്യത്തിൽ എന്തിനു വേണ്ടിയിട്ട് ഇപ്പോൾ ട്രംപിൻ്റെ അഭ്യർത്ഥന മാനിച്ച് അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങിക്കണം? അതിൻ്റെ ഒരു ആവശ്യമില്ല. അതിൻ്റെ ഗതികേട് ചൈനയ്ക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഇന്ത്യ UN കൃത്യമായിട്ട് നിലപാട് അറിയിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ കപ്പലുകളെ ആക്രമിക്കുന്നത് ശരിയായ നടപടിയല്ല. അതുകൊണ്ട് ഇറാൻ കപ്പലുകളെ ടാർഗറ്റ് ചെയ്യുന്നതിൽ നിന്നും പിന്മാറണമെന്നാണ് ഇന്ത്യ UN ആവശ്യപ്പെട്ടിരിക്കുന്നത്. പാകിസ്ഥാൻ പലതരത്തിലും ഇറാൻ അമേരിക്ക വീണ്ടും ഒരു യുദ്ധം ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. അവരതിനു വേണ്ടി ശ്രമിക്കുന്നു എന്നുള്ളതിലുപരിയായിട്ട് അവരിടപെട്ട ഒരു മീഡിയേഷൻ ഇങ്ങനെ പരാജയത്തിലേക്ക് പോകുന്നതിൽ അവർക്ക് ബുദ്ധിമുട്ടുണ്ട്, വിഷമമുണ്ട്. അപ്പോൾ അതുകൊണ്ട് പാകിസ്ഥാൻ്റെ പിന്തുണയോടുകൂടി പാകിസ്ഥാനിൽ വെച്ചിട്ട് നടപ്പിലാക്കിയ ഒരു മീഡിയേഷൻ അത് വിജയകരമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ളതാണ് അവരുടെ താല്പര്യം. പക്ഷേ അവർ മാത്രം ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. ഇത് ഫ്ലോപ്പ് ആവാനും അവർ തന്നെയാണ് കാരണം. അപ്പോൾ അതുകൊണ്ട് അവർ തന്നെ പറഞ്ഞിരിക്കുന്നത് ചില ഏരിയകളിൽ ഞങ്ങൾക്ക് അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്, എന്നാലും ഞങ്ങൾ ഒരു ചർച്ചയിലോട്ട് ഇറാനെ നയിക്കാൻ പറ്റുമോ എന്നുള്ള തരത്തിൽ ശ്രമിക്കുന്നതായിട്ടാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എനിവേ നല്ലതാണ്, ചെയ്തു നോക്കുക. വിജയകരമായി വീണ്ടും ചർച്ച തുടർന്നാൽ നല്ലതാണ്. പക്ഷേ സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് തുറക്കണം എത്രയും വേഗം. അല്ലാതെ ചർച്ച നീട്ടി കൊണ്ടുപോയിട്ട് സ്ട്രേറ്റ് ഓഫ് ഹോർമോസിൽ ഈ ബ്ലോക്കേഡ് ഇങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോയാൽ യുദ്ധം നടന്നാലും നടന്നില്ലെങ്കിലും സ്ട്രേറ്റ് ഓഫ് ഹോർമോസ് അടഞ്ഞു കിടന്നാൽ അത് യുദ്ധത്തിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം തന്നെയാണ്. അതുകൊണ്ട് ആർക്കും തന്നെ ഗുണമില്ല. അപ്പോൾ എനിവേ വളരെ നിർണായകമായിട്ടുള്ള കുറച്ച് വിഷയങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പങ്കുവച്ചത്. ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.